2024 ഏപ്രിൽ MG യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ്: ലീഡർഷിപ്പ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ടു ആൻ എന്റർപ്രൈസ്. ഡിസ്കസ്. നേതൃത്വം എന്നത് ഒരു സ്ഥാപനത്തിന് വളരെ പ്രധാനമാണ്. കാരണം നേതൃത്വം ഉണ്ടെങ്കിലാണ് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എംപ്ലോയീസിനെ ലക്ഷ്യത്തിലേക്ക് ഗൈഡ് ചെയ്യണം. സോ ലീഡർഷിപ്പ് ഗൈഡ്സ് എംപ്ലോയീസ് ടുവേർഡ്സ് ഗോൾസ്. 2, നേതൃത്വമാണ് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതും കോൺഫിഡൻസ് കൊടുക്കുന്നതും അങ്ങനെ അവരുടെ മനോവീര്യം മൊറേൽ ഇംപ്രൂവ് ചെയ്യുന്നതും നേതൃത്വം തന്നെയാണ്. സോ ലീഡർഷിപ്പ് മോട്ടിവേറ്റ്സ്, ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് ഇംപ്രൂവ്സ് ദ മൊറേൽ ഓഫ് ദ വർക്കേഴ്സ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളത്, സ്ട്രോങ് ലീഡർഷിപ്പ് എൻഷുവേഴ്സ് കോർഡിനേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ശക്തമായ നേതൃത്വം തൊഴിലാളികൾക്കിടയിലും മാനേജ്മെൻറ്റുകൾക്കിടയിലും ഒക്കെ കോർഡിനേഷൻ, ഏകോപനം കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടുന്നു. അതായത് കുറച്ച് ആൾക്കാരെ കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിക്കാൻ കഴിയുന്നു. അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് അർത്ഥം. രണ്ടാമത്തേത്, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഷെഡ്യൂൾ. എന്താണ് ഷെഡ്യൂൾ അഥവാ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇത്രയാണുള്ളൂ. അതായത് ഒരു ടൈമിനുള്ളിൽ വർക്ക് തീർക്കാനുള്ള ഒരു പ്ലാനാണ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. സോ സ്കെഡ്യൂൾസ് ആർ ഡീറ്റെയിൽഡ് ടൈം പ്ലാൻസ്. വിശദമായ സമയ പദ്ധതികളാണ് സ്കെഡ്യൂളുകൾ. ദേ സ്പെസിഫൈ വെൻ ഈച്ച് ആക്ടിവിറ്റി മസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി മസ്റ്റ് ഗോ ഓൺ ആൻഡ് ഈച്ച് ആക്ടിവിറ്റി മസ്റ്റ് ഫിനിഷ്. ഓരോ പരിപാടിയും എപ്പോൾ തുടങ്ങണം, എപ്പോൾ നടക്കണം, എപ്പോൾ പൂർത്തിയാവണം, ഇതിനെക്കുറിച്ചുള്ള ടൈം കൃത്യമായി റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യക്തമായ പ്ലാനാണ് ഈ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് ഇൻ ടൈംലി കംപ്ലീഷൻ ഓഫ് ടാസ്ക്സ്. ജോലികളുടെ സമയബന്ധിതമായ പൂർത്തിയാക്കലിനാണ് അത് സഹായിക്കുക. അപ്പോൾ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്, പരിപാടിയാണ്, സമയപട്ടിക ക്രമമാണ്. വാട്ട് ഈസ് ഫാറ്റിക് സ്റ്റഡി? നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന പോയിന്റ് പഠിക്കാൻ നേരത്ത് നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്നിങ്ങനെയുള്ള 3 പോയിന്റുകൾ. അതായത് സമയപഠനം ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി ക്ഷീണ പഠനം, അതുപോലെ തന്നെ ചലന പഠനം മോഷൻ സ്റ്റഡി. ഇത് 3ഉം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലർ പറയുന്ന പ്രിൻസിപ്പിൾസിൻ്റെ ഉള്ളിൽ വരുന്ന സബ് പോയിന്റുകളാണ്. സോ നമുക്ക് ഇവിടെ ക്ഷീണപഠനം എന്തിനാണെന്ന് ചോദിക്കാം. ഓരോ ജോലിക്കാരനും എത്ര നേരം കഴിയുമ്പോൾ ആ ജോലി ചെയ്ത് ടയർഡാവും. ഓഫീസിലെ പേപ്പർ ഫയൽ നോക്കുന്ന ആൾ ക്ഷീണിക്കുന്നവരെ അല്ല കരിങ്കല്ല് ചുമക്കുന്ന ഒരാൾ ക്ഷീണിക്കുന്നത്. രണ്ടുപേരുടെയും ഫാറ്റിക്, ക്ഷീണം വ്യത്യസ്തമായിരിക്കും. അത് അനലൈസ് ചെയ്യാനായിട്ട് ഉള്ള ഏർപ്പാടാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഫിക്സ് റെസ്റ്റ് പോസസ്. ഇടവേള എപ്പോൾ ഇൻ്റർവെല്ല് കൊടുക്കണമെന്നത് ഫിക്സ് ചെയ്യാൻ. ചില ജോലിക്ക് നമുക്ക് അരമണിക്കൂർ ഇടവിട്ട് ഇൻ്റർവെല്ല് കൊടുക്കേണ്ടി വരും, അത്രയും ഹെവി ആയിട്ടുള്ള ജോലികൾക്ക്. എന്നാൽ വേറെ ചില ജോലികൾക്ക് നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടവേള കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവർക്ക് ഓരോ വ്യത്യസ്ത കാറ്റഗറി ഓഫ് വർക്കേഴ്സിനും എപ്പോഴെപ്പോഴൊക്കെ ഇടവേള കൊടുക്കണം, ഇൻ്റർവെൽ ടൈം കൊടുക്കണം എന്ന് അവരുടെ റെസ്റ്റ് ടൈം ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പോസ് ടൈം ഫിക്സ് ചെയ്യണം എന്നത് വർക്കിംഗ് അവേഴ്സിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാറ്റിക് സ്റ്റഡി നടത്തുന്നതിൻ്റെ ഒരു പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ്, ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസസ് ആക്സിഡൻറ്റ്സ്. ഒരു വിശ്രമവും ഇല്ലാണ്ട് പണിയെടുക്കുമ്പോൾ അവസാനം അവർ എന്ത് ചെയ്യുന്നു, ക്ഷീണിച്ച് അവശരായി അപകടങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ചും മെഷീനുകളുടെ, അപകടകരമായ മെഷീനുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തിരി നേരം റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ടയേർഡായിരിക്കുന്ന സമയത്ത് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആക്സിഡൻറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് വിശ്രമം കൊടുക്കുന്നതും അതിനെ വിശ്രമ സമയത്തിൻ്റെ ഇടവേളയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഫാറ്റിക് സ്റ്റഡി നടത്തുന്നതും നല്ലതാണ്. മാത്രമല്ല റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പൂർവാധികം ശക്തിയോടുകൂടിയാണ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസിയോടുകൂടി അവർ വർക്ക് ചെയ്യാൻ വരിക. അതും നല്ല കാര്യമാണ്. നാലാമത്തെ ചോദ്യം, ഹു ആർ കൺസൾട്ടേറ്റീവ് ലീഡേഴ്സ്? നോക്കൂ, ഇത് ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അതിൽ ലീഡർഷിപ്പ് എന്ന പോയിന്റിൽ പലതരം ലീഡർമാർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളിത് പഠിക്കുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ്, ചില ആൾക്കാർ ഡെമോക്രാറ്റിക് സ്വഭാവമുള്ളവരാണ്, മറ്റുള്ളവരോട് കൂടിയാലോചിച്ചു പാർട്ടിസിപ്പേറ്റീവ് നേച്ചറിലുള്ള ലീഡേഴ്സാണ്. വേറെ ചില ആൾക്കാർ അതോറിറ്റേറിയൻ ടൈപ്പ് ആണ്, സ്വേച്ഛാധിപതികളെ പോലെ അവരുടെ നേതൃത്വം കൊടുക്കുന്നവരായിരിക്കും. സോ ഇവിടെ നമ്മളോട് ചോദ്യം, കൺസൾട്ടേറ്റീവ് ടൈപ്പ് ഓഫ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസൾട്ടേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കൂടി കൂടിയാലോചിച്ചിട്ട് ആണ് തീരുമാനം എടുക്കുന്നത്. കൺസൾട്ടേറ്റീവ് ലീഡേഴ്സ് സീക്ക് സജഷൻസ് ഫ്രം സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് സജഷൻസ് സീക്ക് ചെയ്യുന്നു. ദേ ഇൻവോൾവ് എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനം എടുക്കുന്നതിൽ എംപ്ലോയീസും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്.
ഫൈനൽ അതോറിറ്റി എപ്പോഴും എന്ത് ചെയ്യണം, ലീഡറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഫൈനൽ അതോറിറ്റി ഓൾവേസ് റിമെയിൻസ് വിത്ത് ദ ലീഡർ. ഫൈനൽ അതോറിറ്റി എപ്പോഴും ലീഡറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. സോ കൺസൾട്ടേറ്റീവ് ലീഡേഴ്സ് സീക്ക് സജഷൻസ് ഫ്രം സബോർഡിനേറ്റ്സ്. കൺസൾട്ടേറ്റീവ് ലീഡേഴ്സ് എപ്പോഴും സബോർഡിനേറ്റിന്റെ കയ്യിൽ നിന്ന് സജഷൻ സ്വീകരിക്കുന്നു. ദേ ഇൻവോൾവ് എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ജോലി തീരുമാനം എടുക്കുന്ന സമയത്ത് അവരുടെ തൊഴിലാളികളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് മുഴുവനും തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കുക ഇല്ല. ഫൈനൽ അതോറിറ്റി എപ്പോഴും ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, ലീഡറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ആണ് കൺസൾട്ടേറ്റീവ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ടൈപ്പ് ഓഫ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 6 സിഗ്മ. 6 സിഗ്മ എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ടെക്നിക് ആണെന്നൊക്കെ നമുക്കറിയാം. അതെന്താണ് എന്നാണ്, ആ മാനേജ്മെന്റ് ടെക്നിക് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. 6 സിഗ്മ ഈസ് എ ക്വാളിറ്റി മാനേജ്മെന്റ് ടെക്നിക്സ്. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് ഡിഫക്ട്സ് ആൻഡ് ഇംപ്രൂവ് പ്രോസസ്. അതായത് ഡിഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനുമാണ് അതിന്റെ ലക്ഷ്യമിടുന്നത്. 6 സിഗ്മയുടെ ലക്ഷ്യം അതാണ്. 99.667 അങ്ങനെ ഏതാണ്ടുമാണ്. അതാണ് 6 സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത്. അത്രയും ആക്യുറസി വരണം. അതായത് വളരെ 0.01 അങ്ങനെ എന്തൊക്കെയോ ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ തീരെ ഡിഫക്റ്റ് വരുന്നില്ല. പരമാവധി 100% റിസൾട്ട് എടുക്കുമെന്നതിന്റെ അർത്ഥം തന്നെയാണ് 6 സിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലൈന്റോ ഡാമേജോ ഉള്ള ഒരു ഐറ്റം പോലും ഉണ്ടാകുന്നില്ലെന്നർത്ഥം. സോ ഇറ്റ് ഫോക്കസസ് ഓൺ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഡാറ്റകളുടെ സ്റ്റഡി ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഏർപ്പാടാണ്. കൃത്യതയോടുകൂടി നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. നമ്മുടെ തീരുമാനം ഒരു ശതമാനം 0.1% പോലും പാളിപ്പോകാത്ത തീരുമാനമെടുക്കാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഈസ് മെന്റ് ബൈ പെർട്ട്, PERT അഥവാ പെർട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് പെർട്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പെർട്ട് മീൻസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് പ്രോജക്ട്സ്. പ്രോജക്റ്റുകളെ കൺട്രോൾ ചെയ്യാനും പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യാനും ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പെർട്ട് മാത്രമല്ല, വേറെയും CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉണ്ട്, പെർട്ട് ഉണ്ട്. ഇതൊക്കെ പലതരം പ്രോജക്റ്റ് ഇവാലുവേഷനും റിവ്യൂ ഒക്കെ ഉള്ള പ്രോജക്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള പലതരം ടെക്നിക്കുകളിൽ ഒന്നാണ് പെർട്ട്. CPM വേറൊന്ന്. ഇറ്റ് ഹാൻഡിൽസ് അൺസർട്ടൺ ആക്ടിവിറ്റി ടൈംസ്. അതായത് ചില സമയത്ത് നമ്മളുടെ പദ്ധതി സമയം തെറ്റിക്കടന്നു പോകും. സമയത്തിനുള്ളിൽ പ്രോജക്റ്റ് തീർക്കാൻ പറ്റില്ല. പ്രോജക്റ്റ് ടൈം ബൗണ്ടഡ് ആയിട്ട് തീർക്കണമെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള ചില ആക്ടിവിറ്റികളുടെ ടൈമും കൂടി കൈകാര്യം ചെയ്യുന്നു. കാരണം ചില കാര്യങ്ങൾക്ക് ഇത്ര മിനിറ്റ് മതി എന്നൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരുമെന്ന് സെർട്ടൺ ആയിട്ട് അറിയാൻ പറ്റൂല. അങ്ങനെയുള്ള ആ ആക്ടിവിറ്റിയുടെ ടൈമും കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാം ഇവാലുവേഷൻ ടെക്നിക്കാണ് പെർട്ട് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പെർട്ടിൻ്റെ ഗുണം. അൺസർട്ടൺ ആക്ടിവിറ്റിയുടെ ടൈമും കൂടി അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ പ്രോജക്റ്റിൻ്റെ മൊത്തം ടൈം നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുന്നതെന്നർത്ഥം. ഇനി അടുത്ത ചോദ്യമാണ്, സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? നമുക്കറിയാം, ഒരു മാനേജർക്ക് എത്ര തൊഴിലാളികളെ തൻ്റെ കീഴിൽ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, എത്ര സബോർഡിനേറ്റ്സിനെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് കപ്പാസിറ്റി. അതിനെയാണ് പറയുന്ന വാക്കാണ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ വൺ മാനേജ്മെൻറ്റ്. വൈഡ് സ്പാൻ ഉണ്ട് എന്ന് ഒരു മാനേജർക്ക് വൈഡ് സ്പാൻ ഉണ്ട്. 25 സൂപ്പർവൈസർമാരെ ഒരു മാനേജർക്ക് തൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത്യാവശ്യം വലിയ സ്പാനാണിത്. പക്ഷേ ചില മാനേജർമാർക്ക് അത്രയും കഴിവുണ്ടാവില്ല. അവർ 10 സൂപ്പർവൈസർമാർ കൂടെ ഇതിലെ ആൾക്കാരെ അവരുടെ കീഴിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മാനേജർക്ക് അത്രേ ഉള്ളൂ അയാളുടെ സ്പാന്. അയാളുടെ നാരോ ആണ്, വൈഡല്ല. സോ വൈഡ് സ്പാൻ മീൻസ് മോർ എംപ്ലോയീസ് പെർ മാനേജറാണ്. ഇറ്റ് അഫക്ട്സ് സൂപ്പർവിഷൻ ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ സ്പാൻ ആൾക്കാർക്ക് എന്തോരം സ്പാൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അവർക്ക് കൂടുതൽ ജീവനക്കാരെ അവരുടെ കീഴിൽ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നാരോ സ്പാനുള്ള ഒരു മാനേജ്മെന്റ് കഴിവുള്ള ഒരാൾക്ക് കുറേ അധികം തൊഴിലാളികളെ തിരികെ വെച്ച് കൊടുത്താൽ അയാൾക്ക് ഒന്നും നേരെ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതാണ്. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് എസ്പിരിറ്റ് ഡെ കോർപ്സ്? എസ്പിരിറ്റ് ഡെ കോർപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ഫയോള് മാനേജ്മെന്റ് വിദഗ്ധനാണ്, ജനറൽ മാനേജ്മെന്റിന്റെ ഫാദറാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനത്തിൽ മാനേജ്മെന്റ് വിജയിക്കണമെങ്കിൽ 14 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും അവസാനത്തെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, എസ്പിരിറ്റ് ഡെ കോർപ്പ്. അതല്ലെങ്കിൽ അത് ഫ്രഞ്ച് വാക്കാണ്, ശരിക്കും അതിൻ്റെ ഉച്ചാരണം എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നൊന്നുമല്ല, പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം എസ്പിരിറ്റ് ഡെ ഏകദേശം ഉച്ചാരണം അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം യൂണിയൻ ഈ സ്ട്രെങ്ത്, ടീം സ്പിരിറ്റ് വേണം. നിങ്ങൾ ഒരു ടീമായിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിലൂടെ? ഈ ആശയം പ്രൊമോട്ട് ചെയ്യുന്നത് യൂണിറ്റിയും ഹാർമണിയുമാണ്. ഐക്യവും സമതാളവും തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
എസ്പ്രിറ്റ് ഡി കോർപ്സ് മീൻസ് ടീം സ്പിരിറ്റ്. ഇറ്റ് ഇൻക്രീസസ് ദ മൊറേൽ ആൻഡ് കോപ്പറേഷൻ. അവരുടെ മനോവീര്യവും അവരുടെ സഹകരണവും വർദ്ധിപ്പിക്കുന്നു. ഈ ഹെൻറി ഫയോൾ പറഞ്ഞ 14ാമത്തെ മാനേജ്മെന്റ് ടെക്നിക്ക്. 14 പറഞ്ഞു. ഒന്നാമത്തേത് ഡിവിഷൻ ഓഫ് വർക്കാണ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ആണ്. വേറൊരെണ്ണം എന്താണ്, യൂണിറ്റ് ഓഫ് കമാൻഡ്, വേറൊരെണ്ണം യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, ഡിസിപ്ലിൻ, ഓർഡർ, ഇനീഷ്യേറ്റീവ്, ഫെയർ വേജസ്, അങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ ഒക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം പറയുന്ന പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്, എസ്പ്രിറ്റ് ദി കോർപ്സ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? അധികാര കൈമാറ്റം എന്താണ്? ഇത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഡയറക്റ്റിങ്ങിലെ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയുണ്ട്. ഇത് ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കുറച്ച് ഭാഗം വേറൊരു കീഴ് ജീവനക്കാരനെ കൈമാറി കൊടുക്കുന്നതാണ് ഡെലിഗേഷൻ എന്നുകൊണ്ട് പറയുന്നത്. സോ ഡെലിഗേഷൻ മീൻസ് അസൈനിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ്. സബോർഡിനേറ്റ്സിന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൽ, അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കലാണ്. റെസ്പോൺസിബിലിറ്റീസ് ഗിവൺ അലോങ് വിത്ത് അതോറിറ്റി. അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടി കൂട്ടത്തിൽ കൂടി. കാരണം അധികാരം മാത്രമായിട്ട് ആർക്കും കൈമാറില്ല. അധികാരം കൈമാറുമ്പോൾ ആ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും കൂടിയാണ് കൈമാറുന്നത്. സോ അപ്പോൾ ഡെലിഗേഷൻ്റെ 3 എലമെന്റ്സ് ഏതൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കുമ്പോൾ. ഏതൊക്കെയാണ്? അതായത് അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി. ഇത് 3ആണ് ഡെലിഗേഷൻ്റെ 3 എലമെന്റ്സ്. അത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എന്തായിരിക്കും ഡെലിഗേഷൻ്റെ 3 എലമെന്റ്സ് ഏതൊക്കെയെന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി മീൻസ് റിമെയിൻസ് വിത്ത് ദ സൂപ്പർവൈസർ, സുപ്പീരിയർ. അക്കൗണ്ടബിലിറ്റി ആരുടെ കയ്യിലായിരിക്കും? സുപ്പീരിയറുടെ കയ്യിലായിരിക്കും അല്ലേ. അതോറിറ്റിയും കൈമാറും, റെസ്പോൺസിബിലിറ്റിയും കൈമാറും, അക്കൗണ്ടബിലിറ്റി സുപ്പീരിയർ കയ്യിൽ പിടിക്കും. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഓർഗനൈസേഷൻ ചാർട്ട്. എന്താണ് സംഘടനാ ഘടനയുടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്ന ചാർട്ട്? ചില ഓഫീസുകളിലൊക്കെ തൂക്കി വെച്ചിരിക്കും. അതായത് ആരാരുടെ കീഴ്ജോലിക്കാരനാണ്, ഹൂ ഈസ് ഹൂ സബോർഡിനേറ്റ്, അല്ലെങ്കിൽ ഹൂ ഈസ് ഹൂ സുപ്പീരിയർ. ഇത് വ്യക്തമാക്കുന്ന ചാർട്ടാണ് ഹൈറാർക്കിക്കൽ ഓർഡർ കാണിക്കുന്ന ചാർട്ട്. ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് എ ഡയഗ്രാം ഓഫ് സ്ട്രക്ചർ. ഇറ്റ് ഷോസ് അതോറിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്. ഇറ്റ് ക്ലാരിഫൈസ് റോൾസ് ആൻഡ് ഹൈറാർക്കി. ഇനി വാട്ട് ഈസ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ? മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ ഹാസ് സ്പെഷ്യലൈസ്ഡ് നോളജ്. മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അതിന് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട്. ഇറ്റ് ഫോളോസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ധാർമ്മികമായ സ്റ്റാൻഡേർഡുകളാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് റിക്വയേഴ്സ് ഫോർമൽ ട്രെയിനിങ് ആൻഡ് സ്കിൽസ്. ഫോർമൽ ട്രെയിനിങ്ങും സ്കില്ലും അതിന് ആവശ്യമാണ്. സ്റ്റേറ്റ് 4 ടെക്നിക്സ് ഫോർ ഇഫക്റ്റീവ് കോഓപ്പറേഷൻ, കോർഡിനേഷൻ. ഇഫക്റ്റീവ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള 4 ടെക്നിക്സ് പറയാമോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ ഫലപ്രദമായിട്ടുള്ള ഏകോപനം സാധ്യമാക്കണം. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ജീവനക്കാരും തമ്മിൽ ഒത്തൊരുമയോടെ ഒരാളുടെ വർക്ക് മറ്റൊരാളുടെ വർക്കുമായിട്ട് ഇടയാത്ത രീതിയിൽ ഏകോപിതമായി ടൈം ബൗണ്ടഡ് ആയിട്ടൊക്കെ പോകണം. അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആ കോർഡിനേഷൻ ഇഫക്റ്റീവ് ആക്കണമെങ്കിൽ 4 ടെക്നിക്കുകൾ. ക്ലിയർ ആയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഏകോപനം സാധ്യമാകും. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ ഇഫക്റ്റീവ് ആകും. പ്രോപ്പർ പ്ലാനിങ്ങും സൂപ്പർവിഷനും ഉണ്ടെങ്കിൽ കോർഡിനേഷൻ കറക്റ്റ് ആകും. അതുപോലെ അധികാരം വ്യക്തമായി ആർക്ക് എന്തൊക്കെ അധികാരം ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചൊക്കെയാണെങ്കിൽ ആ ഡിഫൈൻഡ് അതോറിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോഴും കോർഡിനേഷൻ ക്ലിയർ ആണ്. റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ ആണെങ്കിലോ, അതായത് അധികാര ഉത്തരവാദിത്ത ബന്ധങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഓക്കെ, അപ്പോഴും കോർഡിനേഷൻ ക്ലിയർ ആവും. പിന്നെ ലീഡർഷിപ്പും ടീം വർക്കും ഉണ്ടെങ്കിലോ അപ്പോഴും കോർഡിനേഷൻ. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. 4 ടെക്നിക്സ് ഓഫ് ഇഫക്റ്റീവ് കോർഡിനേഷൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി പാർട്ട് ബിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം, അതായത് കുറച്ചും കൂടി വലുതായിട്ട് ഉത്തരം എഴുതണം. ഇവിടെ നമ്മൾ ചെറുതായിട്ട് പോയിന്റ് കൊടുത്തിട്ടുള്ളെങ്കിൽ കൂടി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? മാനേജ്മെന്റ് എൻഷുവേഴ്സ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിന്റെ കാര്യക്ഷമമായ വിനിയോഗം, ഉപയോഗം ഉറപ്പുവരുത്തുന്നു. കണ്ടോ, റിസോഴ്സസ് പാഴായി പോകില്ല. മാനേജ്മെന്റ് ഉണ്ടോ, ഒരു സാധനം വേസ്റ്റ് ആക്കാൻ അനുവദിക്കില്ല. മാനേജ്മെന്റ് പിടികൂടും. അതായത് തൊഴിലാളികൾ അങ്ങനെ ശ്രദ്ധിക്കുമോ? അവരുടെ സൗകര്യം പോലെ എളുപ്പത്തിനനുസരിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കും. റിസോഴ്സസ് വേസ്റ്റ് ആയാലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ മാനേജ്മെന്റ് അങ്ങനെയല്ല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ കണിശത, നിർബന്ധ ബുദ്ധി കാണിക്കും. തൊഴിലാളികൾ റിസോഴ്സസ് വേസ്റ്റ് ചെയ്താൽ അവരെ വഴക്ക് പറയുകയും അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും മാനേജ്മെന്റ്. സോ സൂപ്പർവൈസർ ആണെങ്കിൽ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യും. ഇനി ഇറ്റ് ഹെൽപ്സ് അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. സ്ഥാപനത്തിന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇത് കോർഡിനേഷനും പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ. ഇത് അച്ചടക്കവും മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, പ്രേരണയും പ്രോത്സാഹനവുമാണ്. അത് ഇറ്റ് എൻഷുവേഴ്സ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഗ്രോത്ത്, സ്റ്റെബിലിറ്റി എന്നിവ ഇത് ഉറപ്പുവരുത്തുന്നു. ഇനി ഒരു ക്വാളിറ്റി സർക്കിൾ അഥവാ QCയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആഴ്ച തോറും അല്ലെങ്കിൽ മാസം തോറും അല്ലെങ്കിൽ ഓരോ 3 ദിവസം കൂടുന്തോറും ഒരു ഓഫീസിലെ സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്ന് കൂടിയിരുന്ന ഒരു മീറ്റിംഗ് കൂടലാണ്.
ഒരു ക്വാളിറ്റി സർക്കിൾ ഉച്ച സമയത്തുള്ള സമയത്ത് ഇൻ്റർവൽ ടൈമിൽ അവർ ചിലപ്പോൾ ഇത്തിരി സമയം അതിന് വേണ്ടി ചെലവഴിക്കും. എന്തിനാണ് ക്വാളിറ്റി സർക്കിൾ? ഇറ്റ് ഇംപ്രൂവ് പ്രോഡക്റ്റ് ക്വാളിറ്റി. അവർ ഓരോ ആ ആഴ്ച അവർക്ക് നേരിട്ട പ്രശ്നം എന്താണെന്ന് ഒരാൾ പറയും, അയാൾക്ക് അതിൻ്റെ സൊല്യൂഷൻ അറിയില്ലെങ്കിൽ നേരത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർഷങ്ങൾ പരിചയമുള്ള വേറൊരു സ്റ്റാഫ് പറയും, അങ്ങനെ ഒരു പ്രശ്നം പണ്ട് എനിക്ക് നേരിട്ടുണ്ട്, അതിങ്ങനെ ചെയ്താൽ മതി, അത് പരിഹരിക്കപ്പെടും എന്ന് പറയും. അപ്പം തന്നെ അതിനുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ അപ്പം തന്നെ കിട്ടി, അപ്പം തന്നെ പ്രോബ്ലം സോൾവിങ് നടന്നു കഴിഞ്ഞു. സോ സോൾവ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് അപ്പോൾ ഓരോരോ ആഴ്ചയിൽ, അത് മാസങ്ങളോളം കൂട്ടി വെക്കേണ്ടി വരുന്നില്ല, സോൾവ് ചെയ്തു പോകുന്നു, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു. എൻകറേജ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എംപ്ലോയീസിനും കൂടി മാനേജ്മെന്റിന്റെ ഭാഗത്ത് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തുന്നു. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മൊറൈൽ, അവരുടെ ഉൽപാദനക്ഷമത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഔട്ട്പുട്ടിന്റെ അളവ് കൂടുന്നു, അതാണല്ലോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആകുന്നു എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ അവർക്ക് ധൈര്യം കൂടുന്നു, മൊറൈൽ കൂടുന്നു, മനോവീര്യം, ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തൊഴിലാളിയുടെ മനസ്സിന്റെ ധൈര്യമാണ് മനോവീര്യം എന്ന് പറയുന്നത്, മൊറൈൽ എന്ന് പറയുന്നത്, അത് കൂട്ടുന്നു എന്നുള്ളതാണ്. അടുത്തത് ടൈപ്സ് ഓഫ് കോർഡിനേഷൻ ആണ് 15ാമത്തെ ചോദ്യം. കോർഡിനേഷൻ പലതരമുണ്ട്, ഏകോപനം പലതരത്തിൽ സാധ്യമാണ്. അത് ഒന്ന് ഇന്റേണൽ കോർഡിനേഷൻ, വേറൊന്ന് എക്സ്റ്റേണൽ കോർഡിനേഷൻ. അത് ഒരു ടൈപ്പാണ്. ആഭ്യന്തര ഏകോപനം, ബാഹ്യ ഏകോപനം. നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ, വ്യക്തികൾ, സ്റ്റാഫ്, സുപ്പീരിയർ, സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അല്ലേ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത്, അതൊക്കെ ഇന്റേണലാണ്. എന്നാൽ എക്സ്റ്റേണൽ കോർഡിനേഷൻ ഉണ്ട്. നമ്മുടെ സ്ഥാപനം പുറത്തുള്ള ആൾക്കാരുമായിട്ടും പുറത്തുള്ള സപ്ലയേഴ്സുമായിട്ടും പുറത്തുള്ള ക്രെഡിറ്റേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലും കൂടി നമുക്ക് ഏകോപനം സാധ്യമാണ്. അതാണ് എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോർഡിനേഷൻ, ഹൊറിസോണ്ടൽ കോർഡിനേഷൻ ഉണ്ട്. ഇന്റേണൽ കോർഡിനേഷൻ, എക്സ്റ്റേണൽ കോർഡിനേഷൻ, വെർട്ടിക്കൽ കോർഡിനേഷൻ, ഹൊറിസോണ്ടൽ കോർഡിനേഷൻ. അടുത്തതാണ് പ്രൊസീജിയറൽ കോർഡിനേഷനും കോർഡിനേഷനും ഉണ്ട്. ഇങ്ങനെ 3 കാറ്റഗറൈസേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് കോർഡിനേഷൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. മാർക്ക് അനുസരിച്ചാണ് അത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. ഇനി ടൈപ്സ് ഓഫ് കൺട്രോൾ, നിയന്ത്രണം പല രീതിയിലുണ്ട്. ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ്, അതായത് ആക്ഷന് മുൻപുള്ള കൺട്രോളാണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത് കൺകറൻറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ ആക്ഷൻ ചെയ്യണ സമയത്ത് അപ്പോൾ തന്നെ, കൺകറൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അപ്പോൾ തന്നെ, ഏകകാലത്തിൽ എന്നാണ് കൺകറൻറ്റ് അർത്ഥം, കൺകറൻറ്റ് കൺട്രോൾ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അത് ഫീഡ് ഫോർവേഡ് അല്ല, ഫീഡ്ബാക്ക് ആണ്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്തു ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പർവൈസർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തതിന് ആഫ്റ്റർ ആക്ഷൻ ആണ്, ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിസ്റ്റേക്ക് പറയുന്ന രീതിയാണ് ഫീഡ്ബാക്ക് കൺട്രോൾ. ഇങ്ങനെ 3 വ്യത്യസ്ത രീതിയിൽ കൺട്രോളിങ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും എന്നിങ്ങനെ 2 വെറൈറ്റി ഓഫ് ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ സ്റ്റൈലുകളുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. ലൈൻ ഓർഗനൈസേഷൻ അല്ല ഇവിടെ അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ലൈൻ ഓർഗനൈസേഷൻ വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആയിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ബന്ധങ്ങളാണ് ലൈൻ ഓർഗനൈസേഷനിൽ സാധാരണ കാണുക. ക്വിക്കായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് അത് വഴിയൊരുക്കുന്നു. അതിന് ഡിമെറിറ്റും ഉണ്ട്, അതും പറയണമല്ലോ. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിന് ജോലികൾ എപ്പോഴും ഓവർലോഡ് ആകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡിമെറിറ്റ് എന്നത്. ലൈൻ ഓർഗനൈസേഷൻ ടോപ്പ് മാനേജ്മെൻറ്റ് എല്ലാ താഴോട്ടുള്ള ഘടകങ്ങളെയും ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ളത്. ഓവർ ബർഡൻ ഓൺ ടോപ്പ് മാനേജ്മെൻറ്റ്. ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ് അതിൻ്റെ മറ്റൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്. കാരണം ടോപ്പ് മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഒന്നിലൊന്നിലും അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യത്തിൽ. ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ട് എല്ലാം, അല്ലേ, സ്വേച്ഛാധിപത്യ രീതിയിൽ ഓരോന്നും നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, അതും അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചേക്കാം. ഇനി മക്ഗ്രെഗറുടെ തിയറി, മക്ഗ്രെഗറുടെ എക്സ് തിയറിയുമുണ്ട്, വൈ തിയറിയുമുണ്ട്. ഇത് മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് ഉള്ള പല തിയറികളിലൊന്നാണ് തിയറി എക്സും തിയറി വൈയും. എംപ്ലോയിയുടെ ഡിസ്ലൈക്ക് ആണ് തിയറി എക്സ് പറയുന്നത്. തിയറി എക്സ് എന്താ പറയുന്നത്? തൊഴിലാളിക്ക് ചില കാര്യങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് ചില അനിഷ്ടകരമായ കാര്യങ്ങളുണ്ടാകും, ഇഷ്ടക്കുറവുള്ള കാര്യങ്ങൾ. അപ്പോൾ നീഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ. അപ്പോൾ തിയറി എക്സ് പറയുന്നത് എന്താണ്, അവിടെ തൊഴിലാളികളെ സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ തിയറി വൈ പറയുന്ന എംപ്ലോയീസ് എൻജോയ് വർക്ക് എൻജോയ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും വർക്ക് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ക്രിയേറ്റീവ് ആൻഡ് കേപ്പബിൾ ഓഫ് എ സെൽഫ് ഡയറക്ഷൻ. അങ്ങനെ സെൽഫ് ഡയറക്ഷൻ പോകുമ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകും, കുറച്ചും കൂടി കഴിവുള്ളവരായി തൊഴിലാളികൾ മാറും എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്.
ഫോർമൽ ഓർഗനൈസേഷൻ ഔപചാരിക സംഘടന, ഇൻഫോർമൽ ഓർഗനൈസേഷൻ അനൗപചാരിക സംഘടന. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഫോർമൽ ഓർഗനൈസേഷനിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്ട്രക്ചറാണ് ഉള്ളതെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ സോഷ്യൽ റിലേഷൻഷിപ്പാണ്, തൊഴിലാളികൾക്കിടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും പഠന വിധേയമാകുന്നത്. ഇനി ഫോർമൽ ഓർഗനൈസേഷൻ്റെ അതോറിറ്റി വളരെ ഡിഫൈൻഡ് അതോറിറ്റി ആണെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അതോറിറ്റി ഇല്ല. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ന്യൂ ഇയർ സെയിലിന് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ നടത്തണം. അതിന് വേണ്ടിയിട്ട് 10 സൂപ്പർവൈസർമാരെ പ്രത്യേക ടീമായി തിരഞ്ഞെടുത്തു. അവരെ ഒരു ഉത്തരവാദിത്തം ടോപ്പ് മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചു. ഇത് ഫോർമൽ അതോറിറ്റി എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അത് ഒരു ടീമിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അവർക്ക് അധികാരവും കൊടുക്കും. അതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇൻഫോർമൽ അതോറിറ്റി അങ്ങനെയല്ല. സ്ഥാപനവുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. സ്ഥാപനത്തിലെ ഒരു തൊഴിലാളിക്ക് അപകടം പറ്റി, അയാൾക്ക് അയാൾക്ക് ധനസഹായത്തിന് വേണ്ടിയിട്ട് അവർ കുറേ തൊഴിലാളികൾ ഒത്തുകൂടിയിട്ട്, നല്ല മനസ്സുള്ള നല്ല തൊഴിലാളികൾ കുറേ പേര് ഒത്തുകൂടിയിട്ട് ഒരു നാടകം അവതരിപ്പിക്കാനും അതിൻ്റെ ടിക്കറ്റ് പിരിവിൻ്റെ പൈസ അയാൾക്ക് കൊടുക്കാനും തീരുമാനിക്കും. ഇത് കമ്പനിയുടെ ബിസിനസ് ലക്ഷ്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ടോപ്പ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്തതേ അല്ല. അത് പല ആൾക്കാരും അതിൻ്റെ അംഗങ്ങളായിട്ടുണ്ടാവും ആ ക്ലബിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതാണ്, അത് ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. നോ ഒഫീഷ്യൽ അതോറിറ്റി ഈസ് ദെയർ. അവിടെ ഒഫീഷ്യൽ അതോറിറ്റി ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്ലാൻഡ് ആയ ഒന്നാണെന്നുള്ളതാണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ പ്രത്യേക സാഹചര്യത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് സഹജമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ റിട്ടൺ റൂൾസ് ഉണ്ട്, എഴുതപ്പെട്ട ലിഖിത നിയമങ്ങളുണ്ടെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അലിഖിതമായിട്ടുള്ള നിയമങ്ങളാണ്. പലപ്പോഴും പേഴ്സണൽ ടൈസ്, വ്യക്തിപരമായ ബന്ധങ്ങൾ വെച്ചിട്ടായിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇനി ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്ന പാർട്ട് സിയിൽ വലിയ മാർക്കിൻ്റെ എസ്ഐസ് ആണ്. എസ്ഐയുടെ ചോദ്യങ്ങൾ ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള പല അപ്രോച്ചസ് ഉണ്ട്. എന്തൊക്കെയാണ് ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള പല അപ്രോച്ച് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ബിഹേവിയറൽ അപ്രോച്ച് ഉണ്ട്, അതെന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടിൻജൻസി അപ്രോച്ച് ഉണ്ട്, അതെന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് സിറ്റുവേഷണൽ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷണൽ അപ്രോച്ചിൻ്റെ ഫോക്കസ് ഏതേത് കാര്യത്തിലാണ്. പിന്നെ അതുകൂടാണ്ട് മോഡേൺ അപ്രോച്ചസ് വേറെയുമുണ്ട്. അല്ലേ, ആ മോഡേൺ അപ്രോച്ചസുകൾ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് അപ്രോച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഓരോ അപ്രോച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നു. ഈച്ച് അപ്രോച്ച് ഹൈലൈറ്റ്സ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലീഡർഷിപ്പ് ഇഫക്റ്റീവ്നെസ്. ലീഡർഷിപ്പ് ഫലപ്രാപ്തിയുള്ളതാവണമെങ്കിൽ ഏതൊക്കെ രീതികളിൽ ചെയ്യണമെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. വേറൊരു ചോദ്യം, സ്റ്റെപ്സ് ഇൻ MBO ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവാണ് MBO, അല്ലേ, ലക്ഷ്യാധിഷ്ഠിത മാനേജ്മെൻ്റ് ആണ്. അത് നടപ്പിലാക്കുക, നമ്മുടെ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയാൽ അതിനുള്ള ബെനിഫിറ്റ്. MBOയുടെ ക്വസ്റ്റ്യൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒത്തിരി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് MBO സംബന്ധിച്ചുള്ള ചോദ്യം. അത് എസ്ഐ അല്ല, ചെറിയ ആൻസർ ആണെങ്കിലൊക്കെ MBO ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഇനി കോൺട്രിബ്യൂഷൻസ് ഓഫ് FW ടൈലർ ആൻഡ് ഹെൻറി ഫയോൾ. FW ടൈലറും ഹെൻറി ഫയോളും പോലുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദർ ആണെങ്കിൽ ഹെൻറി ഫയോള് ജനറൽ മാനേജ്മെൻറ്റ് ഫാദറാണ്. FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്തപ്പോൾ ഹെൻറി ഫയോള് പൊതുവേ എല്ലാ സ്ഥാപനങ്ങളുടെയും മാനേജ്മെൻറ്റിനെ കുറിച്ച് പൊതുവേ ഉള്ള രീതിയിലാണ് അതിനെ ഫോക്കസ് ചെയ്തത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. താങ്ക് യു.